വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എലീഹു ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സംസാരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടക്കം കുറിക്കുന്നു. അവൻ ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ മറുപടിയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. എലീഹു തുടർന്നു, അവൻ ജോബിനോട് നേരിട്ട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ മറുപടിയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. എലീഹുവിന്റെ സന്ദേശം ദൈവത്തിന്റെ കരുണയും മനുഷ്യനെ തിരുത്താനുള്ള ദൈവത്തിന്റെ മാർഗങ്ങളും അടയാളപ്പെടുത്തുന്നു. ജോബ് ദൈവം തന്റെ വാദങ്ങൾ കേൾക്കില്ലെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് എലീഹു പറയുന്നു. ദൈവം മൗനമല്ല, മറിച്ച് പല മാർഗങ്ങളിലൂടെ സംസാരിക്കുന്നു. ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ വേറൊരു രീതിയിൽ. എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ, ഗാഠനിദ്രയിൽ അമരുമ്പോൾ, ഒരു സ്വപ്നത്തിൽ, ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു. മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനും വേണ്ടിയാണിത്. ജോബ് 33 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് എലീഹു വിവരിക്കുന്നു. ദൈവം മനുഷ്യനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൂതന്മാരെ അയക്കുന്നു. അവൻ കൃപയുള്ളവനാണ്, ശിക്ഷയിലൂടെ തിരുത്തുന്നവൻ. മനുഷ്യൻ പാപം സംബന്ധിച്ച് ദൈവത്തോട് തിരിഞ്ഞാൽ ദൈവം അവനെ മോചിപ്പിക്കും എന്നതാണ് എലീഹുവിന്റെ ഉറപ്പ്. എലീഹു ദൈവത്തിന്റെ നീതിയെ ശക്തമായി പ്രതിപാദിക്കുന്നു. ജോബിന്റെ വാദങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതായി എലീഹു കാണുന്നു. അതിനാൽ അവൻ ദൈവം എപ്പോഴും നീതിമാനാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. ദൈവം ദുഷ്ടനെ പിന്തുണയ്ക്കുന്നില്ല, അവൻ നീതിയുള്ളവനാണ്. ദൈവം രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നു. അവൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല. ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല. ജോബ് 34 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.